നിങ്ങളെല്ലാവരും ഇൻലാൻഡ് സീ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇൻലാൻഡ് സീ, കടലും ഭൂമിയും ചേരുന്നിടത്ത് തുടങ്ങുന്ന അത്ഭുത കാഴ്ചകളെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഖത്തറിൽ ഞങ്ങളൊരു ഈവനിങ്ങിൽ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും കൂടെ ഒരു യാത്ര പോയി. വൈകുന്നേരം അപ്രതീക്ഷിതമായിരുന്നു, പെട്ടെന്ന് അങ്ങ് എല്ലാം അങ്ങോട്ട് അറേഞ്ച് ചെയ്തു കേട്ടോ. ഈ കടലിൻ്റെ അടുത്ത് നിന്ന് കാണുന്ന സൂര്യനെ കണ്ടോ? അസ്തമയ സൂര്യൻ, എന്ത് ഭംഗിയല്ലേ! അടിപൊളി വ്യൂ ആണ് കേട്ടോ. അന്നത്തെ ദിവസത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സൂര്യൻ കണ്ടോ റെഡ് നിറത്തിലാണ് കാണുന്നത്. കുട്ടികളും ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും കൂടി ആയിട്ട് അങ്ങ് തകർത്തു കേട്ടോ ആ ദിവസം. മണലാരണ്യത്തിൽ കൂടി വണ്ടി ഇങ്ങനെ ടയറിലൊക്കെ കുറച്ച് കാറ്റൊക്കെ അഴിച്ചു വിട്ടിട്ട് യാത്ര ചെയ്യുമ്പോൾ ചില പ്രിക്കോഷൻസൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മളും ഒത്തിരി ശ്രദ്ധിച്ച് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെന്ന ഉടനെ തന്നെ പിള്ളേരെല്ലാവരും കൂടി വെള്ളത്തിലേക്ക് നീന്താൻ ഇറങ്ങി. അധികം ദൂരത്തിൽ പോകരുതെന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1 മീറ്ററോളം മാത്രമേ അവർ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. കാരണം ചില സമയത്ത് അതിങ്ങനെ അപകടം ക്ഷണിച്ചു വരുത്തും. സോ നമ്മൾ ഒത്തിരി കെയർഫുള്ളായിരിക്കണം. സ്റ്റോറി ബുക്സൊക്കെ കാണുന്ന പോലെ ഞങ്ങളൊരു മറിയൻ സർപ്രൈസ് കണ്ടു. സ്റ്റാർ ഫിഷ് നല്ല രസമായിരുന്നു കേട്ടോ. കൈകൊണ്ടൊന്നും ചെറുതായിട്ട് തട്ടി നോക്കി. ചെറിയൊരു മുള്ളൊക്കെ ഉണ്ട്. കുറച്ച് നേരം വെള്ളത്തിലൊരു ഗ്ലാസ്സിനകത്തൊക്കെ ആക്കി വെച്ച് ഞങ്ങൾ. പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് ചത്തുപോയി. പിന്നെ പിള്ളേരുടേതായ കളികളും മണലിനകത്തൊക്കെ കളിക്കാൻ തുടങ്ങി. കുറച്ച് ടോയ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി കളിച്ച് അവരവരുടെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും കൂടെ ബാർബിക്യൂ ഒക്കെ ചുട്ട് ചെറിയ ചെറിയ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ ഇടയ്ക്കൂടെ പിള്ളേർ ചെറിയ കളികളൊക്കെ കളിച്ച് അങ്ങനെ ഒരു വൈകുന്നേരം അടിപൊളിയാക്കി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട സ്റ്റാർ ഫിഷാണ്. അത് ഏകദേശം അനങ്ങാതായി കേട്ടോ. വൈകുന്നേരത്തെ ചെറിയൊരു ചായ കുടിയും ചെറിയ കൊച്ചു വർത്തമാനങ്ങളും പിള്ളേരുടെ കളി തമാശകളും എല്ലാം കൂടിയായി സ്ട്രെസ്സുള്ള ജോലിയിലിടയ്ക്കുള്ള ചെറിയൊരു സന്തോഷകരമായ നിമിഷങ്ങൾ. ചെറിയ ടെൻറ്റൊക്കെ ആയിട്ട് എല്ലാവരും പോയിരിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ കളി തമാശകളും ഈ സ്ട്രെസ്ഫുൾ ജീവിതത്തിനുള്ളിൽ ഉന്മേഷത്തിനായി ചെറിയ കൂട്ടായ്മകളൊക്കെ എല്ലാം കൂടെ ആ വൈകുന്നേരം ഞങ്ങൾ അടിച്ചുപൊളിച്ചൊക്കെ റിലീവ് ചെയ്ത് ഒന്ന് ഫ്രീ നേരത്തെ പിള്ളേർ ചെറിയ ഡാൻസും ഡ്യൂട്ടിയിലേക്ക് കയറാൻ റീൽസും എല്ലാം തട്ടിക്കൂട്ടി ഗ്യാപ്പ്. ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനൊക്കെ ഒന്ന് റിലീവ് ചെയ്യാൻ ഇങ്ങനത്തെ കൂട്ടായ്മകൾ നല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന ജോലിഭാരമൊക്കെ ഒന്ന് കുറയ്ക്കാനും മനസ്സൊന്ന് ഫ്രീ ആക്കാനും ചെറിയ പാട്ടും ഡാൻസും ഒരു റീൽസൊക്കെ കൂടുന്ന ഒത്തിരി നല്ലതാണ് വല്ലപ്പോഴൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏത് രാജ്യത്താണേലും ആഘോഷപരമായ എവിടെയാണേലും ചില റെഗുലേഷൻ പാലിക്കാനുണ്ട്. നമ്മളും ഇൻലാൻഡ് സീ പോയപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുപോയതിൻ്റെ എല്ലാ വേസ്റ്റുകളെല്ലാം വാരിക്കൂട്ടി നമ്മളൊരു കവറിനകത്താക്കി നമ്മളും അത് ഡിസ്പോസ് ചെയ്ത് കേട്ടോ. അത് ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ അവിടെ ഒന്നും ഇടാണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. പിള്ളേരാണേലും ഒത്തിരി മെയിൻറ്റെയിൻ ചെയ്തു. നിങ്ങളുടെയും ഇൻലാൻഡ് സീയിലെ വിശേഷങ്ങൾ പറയൂ, ഞാനും കേൾക്കട്ടെ. വീണ്ടും കാണാം.